എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയ സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. ഭീഷ്മരെ വീഴ്ത്തിയ സന്ദർഭമാണ്. ഭീഷ്മരെ ശിഖണ്ഡിയെ ഉപയോഗിച്ച് ഭീഷ്മരെ വീഴ്ത്തിയ ആ ഒരു സന്ദർഭം പറയുന്ന ആളുകളുണ്ട്. അതല്ല, കർണനെ വീഴ്ത്തിയ, കർണൻ അതിശക്തനാണ്, കർണൻ ചതിച്ച് വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ യുദ്ധത്തിൻ്റെ ഗതി മാറുമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, ജയദ്രഥനെ വീഴ്ത്തിയ തന്ത്രം, സൂര്യനെ ചക്രായുധം കൊണ്ട് മറിച്ച് ജയദ്രഥനെ വീഴ്ത്തിയത്, അല്ലെങ്കിൽ ദുര്യോധനെ വീഴ്ത്തിയ സന്ദർഭം, ഇതൊക്കെ പലരും പറയുന്നുണ്ട്. കൃപാചാര്യർ അല്ലെങ്കിൽ ദ്രോണരെ വീഴ്ത്തിയത്, അശ്വത്ഥാമഹത എന്ന് പറഞ്ഞിട്ട് ദ്രോണരെ വീഴ്ത്തി അല്ലേ. അപ്പോൾ ഇതൊക്കെ പലരും പറയുന്ന പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ വാസ്തവം ഇതല്ല. മറിച്ച് ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച ഒരു സന്ദർഭം, ഈ യുദ്ധത്തിൽ പോലും പങ്കെടുക്കാത്ത ഒരാളുടെ ചുവടുമാറ്റം, ആ ചുവടുമാറ്റത്തിലേക്ക് ഇടയാക്കിയ ഒരു സംഭവം, അതാണ് ഈ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും വിശ്വസിക്കാനായിരുന്നു വരില്ല. പക്ഷേ വാസ്തവം അത് തന്നെയാണ്. വിതുരർ, തീർച്ചയായും വിതുരർ അതായത് യമധർമ്മരാജൻ്റെ ജന്മമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ഒരു വില്ലുണ്ട്. ആ വില്ല് കൊടുത്തിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതിൻ്റെ പേര് തന്നെ ഗോവർദ്ധന എന്നാണ്. ആ ഗോവർദ്ധന വില്ല് കൊലച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന അസ്ത്രം തടുക്കാൻ ഉള്ള മറുഅസ്ത്രം പാണ്ഡവരുടെ പക്കലില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതുരർ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ യുദ്ധം കൗരവർ തീർച്ചയായും ജയിച്ചിരിക്കും എന്ന് ശ്രീകൃഷ്ണന് നല്ല ബോധ്യമുണ്ട്. അതിനെ തടുക്കാൻ ഏറ്റവും ശക്തിയുള്ള പാണ്ഡവരുടെ ആയുധം എന്ന് പറയുന്നത് ഗാണ്ഡീവമാണ്. ശ്രീകൃഷ്ണൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവം, അത് ബ്രഹ്മാവ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അസ്ത്രം വെച്ചിട്ട് ഒരിക്കലും വിഷ്ണുവിൻ്റെ അസ്ത്രത്തെ തടയാൻ പറ്റില്ല എന്ന് ശ്രീകൃഷ്ണന് തീർച്ചയായും അറിയാമല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ തടയിടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ദൂത്, അല്ലെങ്കിൽ ദൂതുമായിട്ട് കൃഷ്ണൻ വരുന്ന ആ സന്ദർഭം പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണൻ ദൂത് വരുന്നുണ്ട് അല്ലേ. ദൂത് വരുന്ന സമയത്ത് ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ട്, അയാൾ രാജാവല്ല, രാജകിരീടമൊക്കെ അഴിച്ചു വെച്ചിട്ട് ദ്വാരകയുടെ അധിപനായിട്ടല്ല അപ്പോൾ വരുന്നത്, അയാളൊരു സാധാരണക്കാരനായിട്ടാണ്. അപ്പോൾ രാജമര്യാദയോടുകൂടിയൊന്നും അയാളെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പലരെയും ചട്ടം കിട്ടിയിട്ട്, നാട്ടുകാരെയൊന്നും ആൾക്കൂട്ടമൊന്നും കൂടണ്ട, അയാളെ അങ്ങനെ സൽക്കരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞൊരു ചട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടത്തിനൊക്കെ മറികടക്കാൻ പോകുന്ന കുറച്ച് പേരുണ്ട് അവിടെ. ഒരു ഭീഷ്മരും കൃപാചാര്യരും ദ്രോണരും വിതുരർ ഉൾപ്പെടെ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ദുര്യോധനൻ്റെ ഭാര്യയും, അവർ യാദവ കുലത്തിൽ പെട്ടതാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ബന്ധു കൂടിയാണ് അവർ, ഭാനുമതിയും ചാരുമതിയും, അവരുടെ സഹോദരി ദുശാസൻ്റെ ഭാര്യ. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ശ്രീകൃഷ്ണനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ പലരും കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, വലിയ സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത് വിതുരരെ എളിയ കുടിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഞാൻ ഇന്ന് രാത്രി താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിതുരരോടൊപ്പമാണ് പോകുന്നത് അല്ലേ. ആ പോക്ക് തന്നെ ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. യുദ്ധം അവസാനിപ്പിക്കായി ചർച്ചയിലൂടെ ദുര്യോധന ഒരു സദ്ബുദ്ധി ഉപദേശിച്ച, അയാൾക്ക് സദ്ബുദ്ധി വന്നു കഴിഞ്ഞാൽ ഒന്നിൽ പാണ്ഡവർക്ക് കൊടുക്കാനുള്ള ഇന്ദ്രപ്രസ്ഥം കൊടുത്തിട്ട് യുദ്ധം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അയാളെ യുദ്ധം പാണ്ഡവർ കൗരവരെ കൊല്ലില്ല എന്ന് വാക്ക് കൊടുത്ത പോലെ ധൃതരാഷ്ട്രക്ക് വാക്ക് കൊടുത്താണ്. അതിൻ്റെ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നോടിയായിട്ടാണ് കൃഷ്ണൻ ദൂത് വരുന്നത് തന്നെ. അപ്പോൾ ആ ദൂതുമായി ബന്ധപ്പെട്ട് വലിയ കഥയുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ കൃഷ്ണൻ വിതുരരുടെ വീട്ടിലേക്ക് പോയി താമസിക്കുന്നു അന്ന് രാത്രി. വിതുരർക്ക് ആകെ വെപ്രാളമായി, ഇത്രയും വലിയൊരു മനുഷ്യൻ, മഹാൻ, ഞാൻ ആരാധിക്കുന്ന സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ എൻ്റെ വസതിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് വെപ്രാളം, ഇരുന്നൊരുക്കുന്നുണ്ട് അയാളെ കൊണ്ടാവുന്ന രീതിയിൽ. അപ്പോൾ പഴങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നു, പഴങ്ങളൊക്കെ തൊലിച്ചിട്ട് കൃഷ്ണന് കൊടുക്കുന്നു. തൊലിയാണ് കൊടുക്കുന്നത്, പഴം വേസ്റ്റിലേക്ക് ഇടുന്നു. മൂപ്പര് എന്താണ് ചെയ്യുന്നത് പോലും അറിയാത്ത രീതിയിൽ അത്രത്തോളം വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ആ പഴത്തൊലി സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. സ്നേഹത്തോടെ ആരെന്ത് കൊടുത്താലും, അത് പഴത്തൊലി ആയാലും പഴമായാലും
സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ശ്രീകൃഷ്ണൻ അത് ഒന്ന് തന്നെയാണല്ലേ, സന്തോഷത്തോടെ കൊടുക്കുന്നത് എന്തും. അപ്പോൾ ശ്രീകൃഷ്ണൻ അതൊക്കെ ഭക്ഷിച്ച് അവിടുത്തെ കുശല വർത്താനൊക്കെ കഴിഞ്ഞ് രാത്രി അവിടെ വിശ്രമിച്ച് പിറ്റേന്നാണ് ഈ ദൂതിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാജസദസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടുത്തെ ചർച്ചയൊക്കെ നടന്നു, കലാശലായി ചർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി. ഒട്ടും സമ്മതിക്കുന്നില്ല ദുര്യോധനൻ, സൂചി കുത്താൻ പോലും ഇടം തരില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞ് തിരിച്ചയക്കുകയാണല്ലേ. അപ്പോൾ ഈ ചർച്ചകൾക്കിടയിൽ ശ്രീകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ വിതുരരുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ പോയി കഴിഞ്ഞ ഉടനെ വിതുരരെ ടാർഗറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വിതുരരെ പിടിച്ച് നിർത്തിയും ബാക്കി എല്ലാവരും കൂടെ പൊരിച്ചെടുക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ വിതുരർ ചതിയനാണ്, വിതുരർ പാണ്ഡവരുടെ പക്ഷത്താണ്. ശ്രീകൃഷ്ണൻ്റെ പെട്ടിട്ട് കൗരവർക്ക് എതിരായിട്ട് സംസാരിക്കുന്നു. ഇയാൾ പണ്ട് മുതലേ ഇഷ്ടമല്ല വിതുരർ, കാരണം എല്ലാത്തിനും ധർമ്മം, നീതി, ന്യായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. ഇവരാണെങ്കിൽ ശകുനിയും ദുര്യോധന ടീമും ഒക്കെ വേറൊരു സൈഡാണല്ലോ അവരുടെ ചിന്ത. അപ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള വിധത്തിലൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ, കൃഷ്ണൻ വന്നുപോയ സന്ദർഭത്തിൽ ഇയാളെ വല്ലാണ്ടങ്ങ് അപമാനിക്കുന്നു. ഇയാൾ ഒരു ദാസിയുടെ പുത്രനാണ്, അല്ലെങ്കിൽ വേശ്യയുടെ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ അത് വിതുരർക്ക് വല്ലാതെ വേദനിക്കുന്നൊരു സാഹചര്യം, വല്ലാതെ ദേഷ്യം പെടുന്നു മൂപ്പര്. അപ്പോൾ ആ ദേഷ്യത്തോടു കൂടി ആ വില്ല് ഇനി നിനക്ക് ഉപകാരപ്പെടാതെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഗോവർദ്ധന എന്ന വില്ല് മൂപ്പര് നശിപ്പിച്ച് കളയുന്നുണ്ട്. ഞാൻ പാണ്ഡവരുടെ കൂടെ പോകുന്നു എന്നല്ലേ നീ പറയുന്നത്, ഞാൻ ആരുടെ കൂടെയും പോകുന്നില്ല, എൻ്റെ കൂടെയും വരുന്നില്ല, പാണ്ഡവരുടെ കൂടെയും പോകുന്നില്ല. ഈ വില്ല് ആർക്കും ഉപകാരപ്പെടാതെ, അല്ലെങ്കിൽ നിനക്ക് ഉപകാരപ്പെടാതെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വില്ല് നശിപ്പിച്ച് കളയുന്നുണ്ട്. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിയത്. ആ വില്ലുമായിട്ട് വിതുരരുടെ യുദ്ധക്കളത്തിൽ കൗരവർക്ക് വേണ്ടി ഇറങ്ങിയിരുന്നെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഫലം തന്നെ വേറൊന്നാകുമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും മികച്ച തന്ത്രം എന്നോ അല്ലെങ്കിൽ കുതന്ത്രമെന്നോ ഈ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയ തന്ത്രമെന്നോ വിശേഷിപ്പിക്കാവുന്നത് ഈ ഒരു മുഹൂർത്തത്തിനാണ്. ഈ ഒരു വിതുരരുടെ പിന്മാറ്റമാണ് ഈ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോകളായിട്ട് മഹാഭാരതവുമായി ബന്ധപ്പെട്ട മറ്റനേകം വീഡിയോസ് ഉണ്ട്. താല്പര്യമുള്ളവർ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആവും. അപ്പോൾ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കൂടെ ആവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.